അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഞാൻ ദിയാസന എന്ന് പറഞ്ഞ വ്യക്തി എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട് എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ബിഗ് ബോസ് കുറച്ച് ടീമുകളായിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കാന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്നു. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എ സി റൂം എവിടെയാന്ന് പറഞ്ഞ് നമ്മൾ എ സി റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു. ചവയ്ക്കാൻ കൂടണോ? പിന്നെന്താ കൂടാലോ. ഒരു രസാണ് ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. എന്താ ഇത്? ശിവ ശിവ എന്തായി കാണണേ? പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ ഞാൻ MDM ആയിരുന്നു എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. നടന്നതാ ഈ സംഭവം? ഇത് റീസെന്റ് ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ. അല്ലേ സാറല്ലേ? റീസെന്റ് നടന്നതാ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നേ ആണ്. എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ചെയ്യാൻ പോകുന്നു. ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. നീ ഇത്രക്കാരനാന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങി പോന്ന് പറയാനും പറ്റുന്നില്ല. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ സജിന എന്താ മുഖമൊക്കെ മാറുന്നത്? ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അപ്പോൾ ഉടനെ ദിയ എൻ്റെ അടുത്ത് ഒന്ന് പറയുന്നതാ, സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടെന്ന് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന്. എന്താ ഉറക്കം വരുന്നു? അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദിയ നീ എന്തോ പറഞ്ഞു, ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണൊക്കെ ഒരു ബിയർ കുടിക്കുന്നതാണൊക്കെ അല്ല ഇത്. ഇത് ഭയങ്കര സമയം. എന്നെ ദേവി ഇത് നിർബന്ധിക്കരുത്, ദീവി പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തോണ്ട് ചെവി വെച്ചോണ്ട് ഞാനങ്ങ് ഇറങ്ങി. എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് ദിയ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും അങ്ങ് പോയി. എന്നിട്ട് അപ്പം അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ദിയ പറയുന്നുണ്ട്, ഇത് കാരണമാണ് ഞാൻ ജീവിച്ചു പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അന്നേരം കച്ചവടം കാണുമായിരിക്കും മേ ബി. ഇത് കാരണമെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാനേ ഉള്ളല്ലോ. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. മതി. ഞാൻ വരട്ടെ. ഇങ്ങോട്ട് അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.